മനോഹരമായൊരു പോരാട്ടം. ആദ്യപാദ മത്സരത്തിൽ പിന്തള്ളിപ്പോയ രണ്ട് കളിവള്ളങ്ങൾ, രണ്ട് ചുണക്കുട്ടന്മാർ, രണ്ട് കരിനാഗങ്ങളെ പോലെ അവർ കടന്നു വരുന്നു. ഒന്നാമത്തെ ട്രാക്കിലുള്ള പായിപ്പാടൻ, രണ്ടാമത്തെ ട്രാക്കിലുള്ള ശ്രീവിനായകൻ. അതിന്റെ വിവരണം ശ്രീ ജോസഫ് ഇളങ്കളം നൽകും. നന്ദി ശ്രീ ജോ ജോസഫ് തായങ്കരി. ചുണ്ടൻ വള്ളങ്ങളുടെ 5-6 സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള കരുത്തനായ പായിപ്പാടൻ 2005-ലും 2006-ലും 2007-ലും നെഹ്റു ട്രോഫി നേടിയ കരുത്തനായ പായിപ്പാടൻ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോഴേ 7 മാസം കൊണ്ട് നീരണിഞ്ഞ കരുത്തനായ ശ്രീവിനായകൻ രണ്ടാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. ആവേശകരമായ രീതിയിൽ തുഴയെറിഞ്ഞ് കരുത്തരായ രണ്ട് ജലരാജാക്കന്മാര് പായിപ്പാടനും ശ്രീവിനായകനും തമ്മിലുള്ള ആവേശോജ്വലമായ മത്സരം ഏതാണ്ട് ഇങ്ങനെ നെട്ടായത്തിന്റെ പകുതി ഭാഗം കടക്കുമ്പോൾ പായിപ്പാടൻ അങ്ങനെ കുതിച്ചു പായുന്നു. എന്നാൽ ശ്രീവിനായകനുണ്ടോ വിട്ടുകൊടുക്കുന്നു. ഇഞ്ചോടിഞ്ച് കട്ടയ്ക്ക് തുഴയെറിഞ്ഞു വരുന്ന കരുത്തരായ രണ്ട് ജലരാജാക്കന്മാര്. പായിപ്പാടനാണോ ശ്രീവിനായകനാണോ അവസാന നിമിഷം ആരെ കടത്തിവെട്ടും എന്ന് പ്രവചിക്കുക അസാധ്യം. ആവേശത്തിന്റെ തിരമാലകൾ ഉയർത്തിക്കൊണ്ട് ഇതാ കരുത്തരായ പായിപ്പാടനും ശ്രീവിനായകനും ഇഞ്ചോടിഞ്ച് പരിധി കടന്നു വരുമ്പോൾ അതിന് തൊട്ട് പിന്നിലായി ഇതിന്റെ ഫൈനൽ മത്സരവും ആരംഭിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ പായിപ്പാടനും ശ്രീവിനായകനും തമ്മിൽ ഒപ്പത്തിനൊപ്പം ഇല്ല, പായിപ്പാടൻ തന്നെ അങ്ങനെ കുതിക്കുന്ന പായിപ്പാടൻ, കരുത്തനായ പായിപ്പാടൻ, ജനചക്രവർത്തിയായ പായിപ്പാടൻ, ജനരാജാവായ പായിപ്പാടൻ അങ്ങനെ കുതിക്കുമ്പോഴേ ശ്രീവിനായകൻ അല്പം പിന്നിലായി പോയി. എങ്കിലും പായിപ്പാടൻ അങ്ങനെ എഴുതുവിട്ട ശരം പോലെ, കാഞ്ചി വലിക്കപ്പെട്ട വെടിയുണ്ട പോലെ 8-ാം നമ്പർ പായിപ്പാടൻ ഇതാ കുതിക്കുന്നു. എന്തൊരു ആവേശം, എന്തൊരു താളം, എന്തൊരു ലയം. ഇതാ പായിപ്പാടൻ കടന്നുപോയി. തുടർന്ന് അതിന്റെ ഫൈനൽ മത്സരമാണ്. അതിന്റെ വിവരണം നൽകുന്നതിനായി മൈക്ക് ശ്രീ ജോ ജോസഫിന് കൈമാറുകയാണ്. നന്ദി ശ്രീ ജോസഫ് ഇളങ്കളം. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ആരംഭിച്ചിരിക്കുന്നു. അതില് മനോഹരമായ ഒരു പോരാട്ടത്തിൽ പായിപ്പാടനും അതുപോലെ ശ്രീവിനായകനും തമ്മിൽ പോരാടിയപ്പോൾ പായിപ്പാടൻ ജയിച്ചു. അത് തൊട്ടു പിന്നിൽ പോയി കടന്നു വരുന്നത് ദേവാസും അതുപോലെ ആനാരി പുത്തൻ ചുണ്ടനും തമ്മിലുള്ള പോരാട്ടത്തിൽ ഇപ്പോൾ ആനാരിയാണോ ദേവാസാണോ ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ട് മനോഹരമായ ഒരു പോരാട്ടം നടത്തുന്നു. അതെ, ദേവാസല്ല, അതെ ആനാരി പുത്തൻ ചുണ്ടൻ മനോഹരമായ ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് ആനാരി പുത്തൻ ചുണ്ടൻ ദേവാസിനെ വിജയത്തിന്റെ 100 ചരിത്രം പറയുവാൻ അവകാശപ്പെടാനില്ലാത്ത ആനാരി ഇതാ ഒരു പുതിയ ചരിത്രം കുറിച്ചുകൊണ്ട് ദേവാസിനെ പിന്തള്ളിക്കൊണ്ട് ആനാരി ലൂസേഴ്സ് ഫൈനലിൽ ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഇനി വാശിയേറിയ ഒരു പോരാട്ടമാണ് നടക്കേണ്ടത്. താഴത്തങ്ങാടി ആറ്റിലെ ഈ വർഷത്തെ ഫൈനൽ മത്സരം, ഈ വർഷത്തെ ട്രോഫി ആർക്ക് എന്ന് അല്പനിമിഷങ്ങൾക്കകം അറിയുവാൻ കഴിയും. അതിൽ ജവഹർ തായങ്കരിയും ഇല്ലിക്കുളവും തമ്മിൽ മത്സരിക്കും. വളരെ മനോഹരമായ ഒരു പോരാട്ടമാണ് ഇനി നടക്കുവാനുള്ളത്. അതിനു മുൻപുള്ള അല്പസമയം, അതിനു മുമ്പുള്ള തയ്യാറെടുപ്പുകൾ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നടക്കുന്നു. ഇതാ വീണ്ടും റീപ്ലേ കാണാം. ആനാരി പുത്തൻ ചുണ്ടൻ ലൂസേഴ്സ് ഫൈനലിൽ ആനാരി പുത്തൻ ചുണ്ടൻ ഇതാ ദേവാസിനെ പിന്തള്ളിക്കൊണ്ട് ആനാരി പുത്തൻ ചുണ്ടൻ ഏകദേശം 7 തുഴപ്പാടുകൾക്ക് ആനാരി പുത്തൻ ചുണ്ടൻ ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. കൊല്ലത്തും ആലപ്പുഴയിലും ട്രോഫി നേടിയ ദേവാസിനെ പിന്തള്ളിക്കൊണ്ട് ഇതുവരെ വിജയത്തിന്റെ ചരിത്രം അവകാശപ്പെടാനില്ലാത്ത ആനാരി വിജയിക്കാവുന്ന ഒരു വള്ളമെന്ന ഒരു ചരിത്രം കുട്ടനാട്ടിൽ തിരുത്തിക്കുറിച്ചുകൊണ്ട് ആനാരി പുത്തൻ ചുണ്ടൻ ഇനി ആനാരിയെ തേടി ടീമുകളിലെത്തും. ഇനി ആനാരിയെ അടുത്ത വർഷം ഡിമാൻഡ് കൂടും. അങ്ങനെ ആനാരി പുത്തൻ ചുണ്ടൻ ഇത് പുതിയ 3 തലമുറയായി അവർ പുതിയ വള്ളം പണിയുന്നു. ഈ ചെറുതനയ്ക്കടുത്തുള്ള പായിപ്പാടിനടുത്തുള്ള ആനാരിക്കരക്കാർ അവര് പുതിയ വള്ളം ഓരോ പ്രാവശ്യവും 3-ാം തലമുറയിൽപ്പെട്ട വള്ളം അവരെ ഇതുവരെ ജയിക്കും.